ഹായ് ഗൈസ്. സോ നമ്മൾ പുതിയൊരു സീരീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ പ്രോമിസ് ചെയ്ത പോലെ തന്നെ HTML ബേസിക്സ് ഒക്കെ കവർ ചെയ്യുന്ന ഒരു സീരീസ് ആണ്. സോ നമ്മൾ ഈ ഒരു വീഡിയോ ഉണ്ടാക്കാൻ ഒരു സീരീസ് ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ പഠിച്ചു തുടങ്ങുന്ന കാലത്ത് സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു HTML ബേസിക് ഇല്ല എന്നുള്ളത്. സോ അതുകൊണ്ട് എല്ലാവരും പറയും HTML സിമ്പിൾ ആണെന്നുള്ളത്. HTML ശരിയാണ്, HTML സിമ്പിൾ ആണ്. ബട്ട് ബേസിക് അറിയില്ല എന്നുണ്ടെങ്കിൽ HTML ടഫാണ്. അതായത് നമുക്ക് HTML മേ ബി ബാക്കിയൊക്കെ പഠിച്ചു കഴിഞ്ഞ് പിന്നെ നമുക്ക് HTML വരുമ്പോൾ HTML കുറേ സംഭവങ്ങൾ നമുക്ക് അറിയുന്നുണ്ടാവില്ല. ഇതെങ്ങനെ ചെയ്യാം അതെങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ഡൗട്ട് ആയിരിക്കും. സോ അതിൻ്റെ ഒക്കെ കാരണം എന്താ വെച്ചാൽ നമുക്ക് HTML ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടാഗ്സ് ഒന്നും അറിയാത്ത ആ ഒരു കാരണമാണ്. അതേപോലെ അട്രിബ്യൂട്ട്സ് എന്താ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടാണ് ഈ ഒരു ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ നേരിടുന്നത്. സോ അതുകൊണ്ടാണ് നമ്മുടെ ഒരു HTML ബേസിക് എന്നുള്ള ഒരു സീരീസ് ഇറക്കാനുള്ള ഒരു കാരണം. ഞങ്ങൾ മുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒറ്റൊരു വീഡിയോയിൽ തന്നെ HTML CSS ഒക്കെ പഠിപ്പിക്കുന്ന. ശരിയാണ്, നമ്മളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ലൈവ് ആയിട്ട് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ നമ്മൾ CSS SCSS യൂസ് ചെയ്ത് മീഡിയ ക്വറീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അത് നിങ്ങളോട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ പേര് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ടെലിഗ്രാമിലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില പേര് ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്നത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അവർക്ക് ആ ഒരു ബേസിക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ബേസ് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായി. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു HTML എന്നുള്ള സംഭവം ഇറക്കാൻ വിചാരിച്ചത്. അതുപോലെ തന്നെ HTML കഴിഞ്ഞതിന് ശേഷം നമ്മൾ CSS ഇറക്കും. അത് കഴിഞ്ഞിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ നമ്മളൊരു റിയൽ വേൾഡിൽ ഒരു വെബ് ആപ്ലിക്കേഷൻ ഉള്ള പോലെ തന്നെ നമ്മളൊരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കും. അതെ. സോ അതായത് നമ്മൾ നെറ്റ്ഫ്ലിക്സ് അതേപോലത്തെ വെബ്സൈറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതേപോലത്തെ ഒരു വെബ്സൈറ്റ് മേ ബി അതിൻ്റെ ഒരു ലാൻഡിങ് പേജ് ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് നമ്മൾ ഈ ഒരു സീരീസ് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ HTML ബേസിക് ആയിട്ടുള്ള ടാഗ്സ്, HTML H1P ടാഗ്സ്, അതേപോലെ റൂട്ട് ടാഗ്സ്, അതായത് HTML ടാഗ്, അങ്ങനത്തെ ടാഗ്സ് കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ മേ ബി ചില വീഡിയോസ് നമ്മൾ അതിൻ്റെ ഒരു ചില ആഡ് ഓൺസ് ആയിട്ട് നിങ്ങൾക്ക് പുതിയ പുതിയ അറിവുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ നമ്മൾ ആട്രിബ്യൂട്ട്സ് പോലത്തെ സംഭവങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സീരീസ് കഴിയുന്ന സമയത്ത് നമ്മളൊരു അസൈൻമെന്റ് തരുന്നുണ്ട്. അതായത് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ ആഡ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ടാവും. അതിലോട്ട് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യേണ്ട ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഉണ്ടാകും. ബേസിക്കലി ഇപ്പോൾ ലിങ്ക് അല്ല, ഡിസൈൻ ചെയ്യേണ്ട വെബ്സൈറ്റിന്റെ ഒരു ഫോട്ടോ, ഒരു സ്ക്രീൻഷോട്ട്. അതെ, സ്ക്രീൻഷോട്ട് ഉണ്ടാവും. ഫസ്റ്റ് ഇപ്പോൾ HTML മാത്രം വെച്ചാൽ മതിയല്ലേ? അതെ അതെ, ഫസ്റ്റ് നമ്മൾ HTML മാത്രം വെച്ച് നമ്മൾ ഈ പഠിച്ചത് വെച്ച് മാത്രം ചെയ്യാനുള്ള ഒരു ടാസ്ക് ഉണ്ടാവും. സോ ഈ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ എൻഡ് വരെ നമ്മുടെ കൂടെ ഉണ്ടാവുക. അതേപോലെ നമ്മുടെ കൂടെ എന്നല്ല, ഈ ഒരു വീഡിയോ ഫോളോ ചെയ്ത് പോവുക. എൻഡിൽ ആ ഒരു എക്സസൈസും കൂടി, ആ ഒരു ടാസ്ക് കൂടെ ചെയ്യാം. അത്രയും ചെയ്താലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അതായത് നമ്മൾ വീഡിയോ മാത്രം കണ്ട് എന്തൊരു കാര്യം നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉള്ളൂ. അതായത് ആ ഒരു കാര്യം നമുക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവുള്ളൂ. നിങ്ങൾ വീഡിയോ മാത്രം കണ്ട് പോയാലും നിങ്ങൾക്ക് ആ ഒരു ഇൻസ്റ്റന്റിൽ, ആ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് അത് ഓർമ്മ ഉണ്ടാവും. ബട്ട് ഇൻ ഫ്യൂച്ചർ നിങ്ങൾ അത് മറക്കും. ഇൻ ഫ്യൂച്ചർ അല്ല, മേ ബി ഇൻ 2 or 3 days തന്നെ നിങ്ങൾക്ക് മേ ബി ചിന്തിക്കുമ്പോൾ കിട്ടും, ബട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സംഭവം കിട്ടില്ല. സോ എല്ലാത്തിനും നമുക്കൊരു പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സീരീസ് കഴിഞ്ഞാൽ ആ ഒരു തരുന്ന ടാസ്ക് അപ്പം തന്നെ ചെയ്യാം. നമുക്കത് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതേപോലെ ഇത് സബ്മിറ്റ് ചെയ്യുന്നതിൽ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന 1 or 2 മേ ബി 3 പേർക്ക് കൊടുക്കാം. 3 പേർക്ക് ഒരു അപ്രീസിയേഷൻ എന്നുള്ള രീതിയിൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റും, അതേപോലെ നമുക്ക് കഴിയുന്ന ഒരു ചെറിയൊരു ഗിഫ്റ്റും, മേ ബി വലിയൊരു ഗിഫ്റ്റ് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്, നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഗിഫ്റ്റും നമ്മൾ അവർക്ക് ആ ഒരു അഡ്രസ്ക്ക് ഡെലിവർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് HTML CSS ഒക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു രസത്തിന് ഒരു വെബ് ഡിസൈനിങ് ചലഞ്ചും വെക്കാം. അതെ, ചലഞ്ചും വെക്കാം. നല്ല വെബ്സൈറ്റ് ഡിസൈനും ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷനാലിറ്റി ഒക്കെ ജാവാസ്ക്രിപ്റ്റ് ഓൾറെഡി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ചലഞ്ച് വെക്കാം. നല്ല വെബ്സൈറ്റ്സിന് ഗിഫ്റ്റ് കൊടുക്കുന്ന രീതിയിൽ അത് അത്യാവശ്യം ക്യാഷ് പ്രൈസിന് ആക്കാം. അതെ. സോ ഈ ഒരു ടാസ്കിന് നമ്മൾ ഇത് ചെറിയൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അപ്രീസിയേഷൻ എന്നുള്ള രീതിയിൽ ചെറിയൊരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. വെബ് ഡിസൈൻ ചലഞ്ചിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ഉഷാറാക്കാം. അതെ. ആൻഡ് സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് നമുക്കിനി ബാക്കിയുള്ള വീഡിയോസിൽ കാണാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.